Okay, we'll start. മനസ്സ് നന്നാവട്ടെ. NSS സപ്തദിന ക്യാമ്പിന്റെ ഇതുവരെ പരീക്ഷിക്കപ്പെടാത്ത ഒരു പുതിയ ഭാവത്തിനാണ് ഈ കഴിഞ്ഞ 6 ദിനങ്ങളായി നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സമാന ചിന്തക്കാർ ഒത്തുകൂടുമ്പോൾ അതും എന്തും സാധ്യമാവുമെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നാഷണൽ സർവീസ് സ്കീം എന്ന കുടക്കീഴിൽ നാം ഒത്തുചേർന്നപ്പോൾ ഈ കോവിഡ് കാലത്തും സ്നേഹസേവന ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ക്യാമ്പിലൂടെ നമുക്ക് സാധിച്ചു. ഞാൻ മേഘ നന്ദകുമാർ, സെക്കൻഡ് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിലെ വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഈ പകൽക്കാലം NSS സപ്തദിന ക്യാമ്പിന്റെ സമാപന സമ്മേളനത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥനയിലൂടെ ആരംഭിക്കാം. NSSന്റെ വ്യക്തിത്വത്തെ വർണ്ണിക്കുന്ന NSS ആന്തത്തിലൂടെ നമുക്ക് ഈ സമാപന സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കാം. മനസ്സുനന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സുനന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സുനന്നാവട്ടെ. സൗഹൃദ സിദ്ധികൾ പൂത്ത സൗവർണ്ണാഭ പരന്ന, സൗഹൃദ സിദ്ധികൾ പൂത്ത സൗവർണ്ണാഭ പരന്ന, സുരഭില ജീവിതമാധുരി വിശ്വം സമസ്തമരുളുകയല്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ, സത്യം ലക്ഷ്യമതാകട്ടെ, ധർമ്മം പാതയതാകട്ടെ. ഹൈന്ദവ ക്രൈസ്തവ മുസൽമാന്മാരുടെ കൈകളിണങ്ങിടട്ടെ. മനസ്സു നന്നാകട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാകട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലെല്ലാം മാൻപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ, മനസ്സു നന്നാകട്ടെ. സ്വാഗത പ്രസംഗത്തിനായി വോളണ്ടിയർ സെക്രട്ടറി ജസ്വിൻ ജോൺസനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാവോ? കേൾക്കാം ജസ്വിൻ. മനസ്സൊന്നാവട്ടെ. 7 ദിനങ്ങൾ, 100 വോളണ്ടിയേഴ്സ്. ഓരോ നിമിഷവും മനസ്സിൽ താഴിട്ട് പൂട്ടിവെക്കാവുന്ന ഒരു പിടി നല്ല ഓർമ്മകൾ. ഓൺലൈൻ ക്യാമ്പിന്റെ തുടക്കത്തിൽ വലിയൊരു ആശങ്കകൾ ആയിരുന്നു നമ്മൾ ഓരോരുത്തരും. എങ്ങനെയെന്നോ എന്താവുമെന്നോ ഒരു പിടിയുമില്ല. അരുൺ സാറും നമ്മുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് ക്യാമ്പ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയായിരുന്നു പരസ്പരം കണ്ടിട്ടില്ലാത്തവർ വെച്ചിട്ടുള്ള ഒരു ക്യാമ്പ്. പക്ഷേ ഓരോ ദിനം പിന്നിടുമ്പോൾ ഇത്രയും മനോഹരമായി നമ്മളെ കൊണ്ട് ഇത് നടക്കും എന്നുള്ള ഒരു ധൈര്യം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടായി.
ഒരിക്കലും നമ്മൾ ആരും വിചാരിച്ചില്ല സമൂഹത്തിൽ ഇറങ്ങി ഇടപെടുന്ന NSS എന്ന പ്രസ്ഥാനം ഓൺലൈൻ ക്യാമ്പിന് സാക്ഷ്യം വഹിക്കുമെന്ന്. പക്ഷേ കാലം മാറും തോറും നമ്മൾ അതും പഠിച്ചു. പരിമിതിക്കുള്ളിൽ നിന്നുള്ള പ്രവർത്തനം ആയതുകൊണ്ട് തന്നെ ഇതും നമ്മൾ അതിമനോഹരമായി നിർവഹിച്ചു. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുന്നു. ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സജിത് ബാബു സർ, റീജിയണൽ ഡയറക്ടർ NSS കേരള ആൻഡ് ലക്ഷദ്വീപ്, Reverend Father Dr. Shaiju KS, Vice Principal, Marian College, Kutikanam, Program Officers, Arun Sir, Asnumis, Balu Sir, Best Volunteer Award, MG University NSS, Lebicha, Sruthi PS, Vishal and V, Special Appreciation Certificate Lebicha, Abhijit SS and Parvati Murli, Volunteer Secretary, Jaslyn Elizabeth, Second Year Volunteers, Committee Heads, Mentors, First Year Volunteers, Representatives, ഏവരെയും ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളും. NSS ക്യാമ്പിൽ നിന്നും വന്ന എല്ലാവർക്കും മനസ്സിൽ നിന്നും മറക്കാൻ പറ്റാത്ത ഒരു ജീവിത രഹസ്യം. മനസ്സ് നന്നാവട്ടെ, മതം ഏതെങ്കിലും ആകട്ടെ, മാനവഹൃത്തിൽ ചില്ലയിലാകെ മാൻപുകൾ വിടരട്ടെ. നന്ദി, നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. നന്ദി ജസ്വിൻ. ഈ ക്യാമ്പിന് നമുക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയ മരിയൻ കലാലയത്തിന്റെ വൈസ് പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ഡോക്ടർ ഷൈജു KS അനുഗ്രഹ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. Hello, good morning. Can you hear me? Yes, Father. Okay. Honorable GP Sajit Babu sir, NSS Kerala Lakshadweep Regional Director, and the faculty or coordinators of NSS at Marian College, Arun sir, Balu sir, and Asanu miss. Then volunteer secretary Jaslyn Elizabeth, and people who have attained the best volunteers award from MG University, Vishal, Sruthi PS, special mention Parvati, Murali, Abhijit, and all my NSS volunteers. Every camp has got a campfire when it is physically convenient. I'm very sure that this NSS camp also would have ended with a campfire if you were conducting it physically, maybe in a special region. But due to COVID-19 and its protocol, this NSS camp this year, maybe first time in the history of NSS program, was convened online. As Jaswin, who has said the welcome speech, I was also wondering when Arun sir mentioned me and other faculty members and students mentioned me about this online camp. I was wondering whether NSS camp online, whether it has got a meaning. But I'm shaken, or I'm shocked that you have proven this NSS camp, even online, has got a meaning. That is why I have seen so many creative outputs shared by your faculty coordinators through WhatsApp. Through WhatsApp. You are so many items, a news reading program, then so many cultural videos of so many cultural programs, and which was very well organized and coordinated and very beautifully edited and published. Even the poster that you have created has become much beautiful than, I think, if it was an offline or the physical camp. See, I had just mentioned about the campfire. Even though there was no physical fire which would have been ignited if it was a physical camp, the same fire, or even with more vigor, the fire in you, inside your heart, inside all the 100 volunteers who have participated, I'm very sure that even though there was no physical fire, the real fire of an NSS volunteer is definitely ignited in all the NSS volunteers. That is the greatest achievement
that I realized through this camp. It is always very easy to sing a single song. Even I try, even though I'm not a singer, I try to sing songs while I'm sitting alone at my room. It is also easy to dance. Sometimes even I do dance. You know, maybe when I'm walking alone in my room without making any expression or visibility to others. But it is always very difficult to sing a group song. It is always difficult to make a group dance because in singing a group song and in making a group dance, there is lot of efforts are needed. I need to adjust with the lip movements or the rhythm or the if it is a dance, I have to synchronize myself. I have to move my hands and legs not according to my convenience but according to the movement of the other. NSS is actually a concern for the other. There is a philosophical thought shared by Emmanuel Levinas. The other is, or the other can be my hell and the other can be my heaven. Sometimes we people consider the other as the hell, but actually, if we consider the other as my heaven, the life becomes very beautiful. Whatever happened yesterday in Delhi in the farmers' strike, maybe the consideration of the other is being forgotten, maybe by the rulers or even by the people, not only in the context of farmers' strike, but everywhere. Consideration for the other is being lost. So the NSS has got meaning and relevance in the sense that it creates a sense of the other in the hearts of every volunteer, and also it gives a feeling that NSS and the young blood of this college is for the other. So while you have gone through this NSS camp through so many activities, and even the charitable works that you have done was all shared to me by Arun Sir. I was very happy that the concern for the other as the heaven is there in your heart. I'm very happy that you have made a beautiful camp headed by Arun Sir, Balu Sir, Asanumis, and the volunteers Jaswin, Jaslin, and Elizabeth, and all the other 100 participants, even with the support of 18 second years who were the mentors to you. You have made this camp very beautiful, and it is you have proven it to be a successful one. In this occasion, I'm very happy to congratulate on behalf of the college, both manager, principal, and all other Apex body members, the faculty coordinators, and NSS volunteers, NSS coordinators, seniors, as well as the juniors. A big salute and a big thank you for making this camp a successful. While you are making it successful, it is always on behalf of the college. And even though we have not participated physically or in any other manner in the camp, you have made all of us proud because of your actions. I can also claim that I am a faculty member here and our NSS team is working well. So when we do any good works on behalf of the college, it is all of us that together achieving this gain. So this your contributions will always be credited in various levels. For the NAC accreditation, it will be credited, and for the university, the activities being conducted in the college when it is being shared with the university on behalf of the NSS. Every aspect will be touched by this online activity. So I also am very happy to know that Vishal NV and Sruti PS are recognized as the best volunteers from the university, and Parvati Murali and Abhijit also received special mention by the university in the as being the members of this NSS. And also, I am very happy that your seniors, 18 second year students, have very well contributed. In this occasion, I cannot but ignore the contributions of our Sajid Babu sir.
he was always a good friend and mentor of our NSS program. Now he is recognized, or he is the Kerala Lakshadweep Regional Director. While there was an occasion to meet him, I don't know whether Sir is remembering me or not. While he was in the Vikas Bhavan last year, I had uh, I had visited there for my PhD data collection, and I met him in the office, and he was very kind enough to receive me. Sir, you are very kind enough to receive me in your office and treat me like a guest. I was on another duty, but you have rendered me every support. And I know that Sajid Babu sir is always there with the Marian and its NSS team. We are very thankful to you, sir, for your valuable support to NSS Marian, and for every other aspect you are rendering to us, as considering all of us as another who is a heaven. I resign with these words uh, of gratitude, that let every other be our heaven, not a hell. And this is the theme, the spirit, the theme of this song, and as a sandam. Let the manas nannavate, which whatever be the religion, let the mind be the good, whether he's a Christian or a Hindu or Islam or any other belonging to any other religion. Let us have a united mind. Let us also, while we have celebrated the Republic Day, let us also unite each one of us together. Let us unite together for uh, for the country, as well as for the better standard of living of the people. In whichever way possible, let us render our hands of service to the other, not only during the camp, but also after the camp, with the fire that you have received through this NSS camp. Congratulating all the faculty organizers and students, volunteers, and organizers, and all the members who have participated. I remain thank you with the words of gratitude. Thank you. താങ്ക് യു ഫാദർ. എ ഹംബിൾ ഹാർട്ട് ക്രിയേറ്റ്സ് എ വൈസ് മൈൻഡ്. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും NSS എന്ന നൗകയുടെ കപ്പിത്താനായ റീജിയണൽ ഡയറക്ടർ മിസ്റ്റർ GP സജിത് ബാബു സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ വന്ദനം. മനസ്സ് നന്നാവട്ടെ. I think I am audible to all of you. Yes, sir, you are Yes, sir. audible. Yes. Yeah. Most respected principal of the college, Reverend Dr. Roy Abraham sir, and my esteemed vice principal, Reverend Dr. Shaiju K.S. And the esteemed program officers of the college, Dr. Arun George Joseph ji, Ms. Asanu Agustin ji, all my beloved faculty members of the Marian College. Justin, the volunteer secretary of the college NSS unit, Shruti P.S., the volunteer secretary, and the recipient of the prestigious NSS award of the university, Mahatma Gandhi University, Shruti P.S., Vishal N.V., Abhijit, Parvati Murali, and my dear young friend of Marian College, Kutikan. I am aware that you are in the culmination of the 7-day special camping program now. I was a bit busy with some other important activities today in the morning. That's why I could join only by now. I was listening to the words of the vice principal. He was very happy about the conduct of the camp
over the 6 days period till yesterday. Today, on the 7th day, we are going to conclude the wonderful camp put up here in the college. In the very difficult situation of COVID, you have arranged a semi-online and offline camp, and which has become a success by the great involvement of the NSS volunteers of the two NSS units led by Arun George Joseph ji and Asanu Augustine ji. I have a very great memories with Marian College during the last 15 years, because I am a friend of Marian College and I am a friend of the principal and the fathers community over there, and all my beloved program officers know me very well over 15 years. And last year we have conducted a 7-day national integration camp that was in the month of December. We conducted one national integration camp involving 10 states of our country. Around 200 volunteers drawn from various universities and directorates of our country have joined us for a wonderful national integration camp, which was brilliantly organized by the NSS units of Marian College. Whenever I pass through Kuttikanam or Pyramid, I used to visit Marian College for the past 15 years. And Roy Abraham father is very close to me, and all the members of Marian community, they all having very good friendship with me. And over the years, I come across very brilliant program officers who were giving their leadership in the NSS activities under the Mahatma Gandhi University. Last year, when I was staying over there for the conduct of the National Integration Camp, I have made many young friends like Justin, Shruti, and all others who have made that program highly significant one. And that program was organized with the support of the Marian community and the officials of Mahatma Gandhi University. 7 days I stayed there and I experienced the love and affection of Marian teachers and the young friends over there. Had it been not the COVID situation, I would have come over there to participate in the valedictory program. So when Arun sir told me about the camp, then I said, even though I am having hectic schedule of various national level programs, I will find time to join at least for 15-20 minutes, because I always cherish the good memories of Marian College. So I want to be with all of you virtually during the closing program of this 7-day special camping program. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ വർഷത്തെ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം നമ്മൾ ഇങ്ങനെ നടത്താൻ ഉദ്ദേശിച്ചതല്ല. കോവിഡ് സിറ്റുവേഷന്റെ വളരെ സങ്കീർണമായ സാഹചര്യങ്ങളാണ് നമ്മെ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ ഓഫ്ലൈൻ ക്യാമ്പായിട്ട് നടത്താനായിട്ട് നിർബന്ധിതരാക്കിയത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം ഇനിയും തുടങ്ങിയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വോളണ്ടിയറുടെ വോളണ്ടിയർഷിപ്പ് കംപ്ലീറ്റ് ആകണമെങ്കിൽ he or she has to complete 240 hours of regular activities and 1 residential
special camping program. So it is mandatory also. Unless until you people cannot complete this program in 7 days, this special camping program, and if you are unable to complete 240 hours of regular activities, you are not going to get a valuable certificate being worked for NSS. So we, the seniors of the NSS fraternity in the state, like Sabu Kutan sir, the state NSS officer, me and various functionaries of NSS at the state level, we thought of conducting this special camping program amidst the very complex, difficult situations of COVID-19. അങ്ങനെ ഒരു മോഡ്യൂൾ ബേസ്ഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമാണ് ഓഫ്ലൈൻ ഓൺലൈൻ മോഡിൽ ഇപ്പോൾ നിങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ ഡയറക്ടറേറ്റുകളിലും ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമാണ് ഡിസംബർ മാസവും ഇപ്പോൾ ജനുവരിയിലും ഇനി ഫെബ്രുവരി മാർച്ചിലും കൂടി നടന്ന് അത് പൂർത്തിയാക്കാൻ പോകുന്നത്. നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്, കേരളത്തിൽ ഏതാണ്ട് 3000 NSS ക്യാമ്പുകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു 1000 ക്യാമ്പുകൾ ഈ ഡിസംബർ നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് നടന്നു കഴിഞ്ഞു. ഇപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലായിട്ട് ശേഷിക്കുന്ന ക്യാമ്പുകൾ നടക്കാനായിട്ട് പോവുകയാണ്. ഈ ക്യാമ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വളർച്ചയുടെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത്. ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റിന്റെ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ശരിയായ ഒരു മനോഭാവം നിങ്ങളിൽ രൂപപ്പെടുത്താനും ഈ സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. മരിയൻ കോളേജ് പോലുള്ളൊരു വളരെ ഉന്നതമായ സ്ഥാപനത്തിന് നാഷണൽ സർവീസ് സ്കീമിനോടുള്ള ആഭിമുഖ്യം എപ്പോഴും വളരെ വലുതാണ്. എന്നും ഉന്നത വിദ്യാഭ്യാസത്തിൽ നാഷണൽ സർവീസ് സ്കീമിനുള്ള പങ്ക് നന്നായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് മരിയൻ കോളേജ് കുട്ടിക്കാനം. അപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ തന്നെ എണ്ണപ്പെട്ട കോളേജുകളിൽ എന്നും വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഉന്നതമായ നിലവാരം നിലനിർത്താനായിട്ട് കാക്ഷിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു കോളേജാണ് മരിയൻ കോളേജ്. നാഷണൽ സർവീസ് സ്കീമിനെയും ആ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമായിട്ട് കാണുന്ന കോളേജാണ് മരിയൻ കോളേജ്. ഞാനത് പറഞ്ഞു വരുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാഷണൽ സർവീസ് സ്കീം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്? വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് implementing NSS scheme in the country? അന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നതമായ അധികാര നിലയിൽ നിന്നിട്ടുള്ളവരും ഒക്കെ, നമ്മുടെ നേതാക്കന്മാരും ഒക്കെ വിഭാവനം ചെയ്ത വലിയൊരു സങ്കല്പമുണ്ട്. അതായത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ ക്ലാസ് മുറികളിൽ മാത്രം കിട്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് അവർക്ക് സമ്പൂർണമായ വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറാൻ കഴിയില്ല. That is not suffice. So complementary to the higher education, we should have some other activity, or we can say that national service scheme is complementary to education. What are the things which cannot be given in the classroom teaching learning? Certain other things have to be supplemented. So national service scheme is a forum wherein we are supplementing or complementing the things which are unable to be provided by a teacher in a classroom. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് നാഷണൽ സർവീസ് സ്കീമിനെ ഒരു അനുപൂരക പ്രവർത്തനമായിട്ടാണ്. നാഷണൽ സർവീസ് സ്കീം എപ്പോഴും
വിദ്യാഭ്യാസത്തിന്റെ ഒരു അനുപൂരക പ്രവർത്തനമായിട്ടാണ് വിദ്യാഭ്യാസ വിചക്ഷണന്മാരും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും കാണുന്നത്. നാഷണൽ സർവീസ് സ്കീം ഉണ്ടായതും ആ ഒരു വലിയ തലത്തിൽ നിന്ന് ചിന്തിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് മുറികളിൽ മാത്രം പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു സമ്പൂർണമായ വികാസം സാധ്യമാവുകയില്ല. അപ്പൊ അതിന് അനുപൂരക പ്രവർത്തനങ്ങൾ കൂടിയേ തീരും. അതിനു വേണ്ടിയിട്ടാണ് അന്ന്, അതായത് മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ 1969-70 കാലഘട്ടത്തിൽ നാഷണൽ സർവീസ് സ്കീം ഉണ്ടാകുന്നത്. ഇന്ന് നമ്മൾ 51 വർഷം പിന്നിട്ടിരിക്കുന്നു. ഞാൻ ദീർഘമായൊരു ഭാഷണത്തിന് മുതിരുന്നില്ല, എങ്കിലും ഇതിൽ ഇപ്പോൾ എൻ്റെ ഈ ഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ യുവ സുഹൃത്തുക്കൾക്ക് നാഷണൽ സർവീസ് സ്കീമിന്റെ ഉദ്ദേശം ആയിരുന്നു, എന്താണ് നമ്മൾ ഒരു വോളണ്ടിയറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു NSS യൂണിറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമായി ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം റെഗുലർ ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും, എത്ര തന്നെ ക്യാമ്പുകളിലും ദേശീയവും അന്തർദേശീയവുമായ പരിപാടികൾ ഏർപ്പെട്ടാലും, നമ്മൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കണം. നമ്മുടെ മോട്ടോ, നമ്മുടെ ആപ്തവാക്യം, നമ്മൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ഒരു നമ്മുടെ ആദർശവാക്യം അതെന്താണ്? നോട്ട് മീ ബട്ട് യു. സ്വാമി വിവേകാനന്ദന്റെ ദർശനങ്ങളിൽ നിന്നാണ് നമ്മൾ ആ മഹത് ആശയം സ്വീകരിച്ചിട്ടുള്ളത്. നോട്ട് മീ ബട്ട് യു. അതായത് ഞാനെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വ്യക്തി പഠിക്കുമ്പോഴും അല്ലെങ്കിൽ സമൂഹത്തിൽ നിലകൊള്ളുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല പ്രധാനം, ഈ സമൂഹമാണ് പ്രധാനം. ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനാണ് നമ്മൾ കൂടുതൽ വില കൽപ്പിക്കേണ്ടത്. വ്യക്തികൾക്കല്ല, അല്ലെ സ്വാർത്ഥതയോടുകൂടി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന വ്യക്തികളല്ല വേണ്ടത്. അതിന് അതീതമായി നിസ്വാർത്ഥമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സമൂഹമായി നമ്മൾ, ആ സമൂഹത്തിന്റെ കണ്ണികളായി നമ്മൾ മാറണം എന്നുള്ള തിരിച്ചറിവാണ്. അതാണ് നാഷണൽ സർവീസ് സ്കീം ഉദ്ഘോഷിക്കുന്ന നമ്മുടെ ആപ്തവാക്യം, നോട്ട് മീ ബട്ട് യു. ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതൊന്നും എനിക്ക് വേണ്ടിയായി അല്ല, ഈ സമൂഹത്തിന് വേണ്ടിയാണ് എന്നുള്ള ആ ഒരു വലിയ മഹത്തരമായ ആശയം. അപ്പൊ അങ്ങനെ നമ്മൾ 24 മണിക്കൂറും സദാ സന്നദ്ധമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു. പഠനത്തോടൊപ്പം നമ്മൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ ഊർജവും നമ്മുടെ എല്ലാ കരുത്തും നമ്മൾ മാറ്റിവെക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്. ഞാൻ പലപ്പോഴും whenever I used to address the youth of our colleges or schools, I used to remind them that youth in our country are not useless but useless. Youth in our country are not careless but caredless. Many are not caring our youth. When the parents are not properly caring the youth, the teacher community is not properly addressing the youth or properly taking care of the youth. The society itself is not properly taking care of the youth. The governments, whether it is state government or central government, they are not properly guiding or caring the youth. There are a lot of gaps, lacunae. These are to be bridged. The National Service Scheme is a wonderful platform wherein we are caring, we are nurturing, we are guiding, we are taking care, and we are taking them with us, and we are together. We are in the learning process, and we are equipping ourselves with various skills. We are motivating you, or we are enabling you to understand the various social realities, the issues or the problems being faced by our fellow men in the society. അപ്പൊ ഇത്തരമെല്ലാം നമ്മൾ അവരെ, നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളെ അവരെ കൂടെ നിർത്തി അവരെ പാകപ്പെടുത്താൻ ശ്രമിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പകർന്നു കൊടുത്ത് അവരെ കരുത്തരാക്കി അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കി
തീർക്കാനുള്ള ശ്രമമാണ് നാഷണൽ സർവീസ് സ്കീമിൽ നമ്മൾ നടത്തുന്നത്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഞാൻ സ്വാമി വിവേകാനന്ദനിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ യുവജന ദിനമായിട്ട് രാജ്യത്തെങ്ങും കൊണ്ടാടുകയുണ്ടായി. നിങ്ങളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു ദിനമാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാം ആഘോഷിക്കേണ്ട, നമ്മളെ ഓരോരുത്തരും നെഞ്ചിലേറ്റേണ്ട ഒരു ദിനമാണ് ജനുവരി 12. നമ്മുടെ രാജ്യത്തിന്റെ യുവതയെ ഇത്രത്തോളം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ രാജ്യത്ത് സ്വാമി വിവേകാനന്ദനെ പോലെ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ആ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് നമ്മൾ ദേശീയ യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. നാഷണൽ സർവീസ് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം നാഷണൽ സർവീസ് സ്കീമിന്റെ ഫൗണ്ടിങ് ഡേ അല്ലെങ്കിൽ ദ ബർത്ത്ഡേ ഓഫ് NSS 24th സെപ്റ്റംബർ, അത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ദിനമാണ് ജനുവരി 12, ദ ബർത്ത്ഡേ ഓഫ് സ്വാമി വിവേകാനന്ദ. അദ്ദേഹം വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇത്തരുണത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. അത് പറയുമ്പോൾ നാഷണൽ സർവീസ് സ്കീം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആ ഒരു ദിശയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വാട്ട് വി വാണ്ട് ഈസ് എഡ്യൂക്കേഷൻ by which our character is formed, our strength of mind is increased, our intellect is expanded, then only one can stand in one's own feet. അതായത് ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അവന്റെ മനഃശക്തി വർദ്ധിപ്പിക്കുന്ന, അവന്റെ ബുദ്ധി വികസിപ്പിക്കുന്ന, അവനെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുന്ന ഏതൊന്നാണോ അതാണ് വിദ്യാഭ്യാസം. അപ്പൊ അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസമായിരിക്കണം നമ്മുടെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും നമ്മൾ കൊടുക്കേണ്ടത്. അത് കൊടുക്കാനായിട്ട് നമ്മുടെ ക്ലാസ് മുറികളിലെ വിദ്യാഭ്യാസത്തിന് പറ്റാതെ വരുമ്പോൾ നാഷണൽ സർവീസ് സ്കീം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് പറ്റണം. അവിടെയാണ് നമ്മളിപ്പോൾ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ലാക്യുണ ഫില്ല് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് നാഷണൽ സർവീസ് സ്കീം ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ മരിയൻ കോളേജിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനങ്ങളും സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമുകളും എല്ലാം യുവതയെ ആ രീതിയിൽ കരുപ്പിടിപ്പിക്കുന്ന തരത്തിലാണ്. നമ്മെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തമാക്കുന്ന ഒരുപാട് വൈദഗ്ധ്യങ്ങൾ, ഒരുപാട് കഴിവുകൾ, ഒരുപാട് അറിവുകൾ, മനോഭാവത്തിൽ ശരിയായൊരു മാറ്റം ഒക്കെ കൊണ്ടുവരുന്നതിനാണ് നാഷണൽ സർവീസ് സ്കീം നിലകൊള്ളുന്നത്. അപ്പൊ എനിക്ക് മരിയൻ കോളേജിലെ പ്രവർത്തനങ്ങൾ അടുത്തറിയാം. വളരെ ഗൗരവതരമായ സമീപനമാണ് അരുൺ സാറിനെ പോലെയും അസനു ജിയെ പോലെയും ഉള്ള പ്രോഗ്രാം ഓഫീസർമാർ നൽകുന്നത്. റോയി എബ്രഹാം അച്ഛനെ പോലുള്ള അച്ഛനും അതുപോലെ തന്നെ ഷൈജു അച്ഛനും ഒക്കെ ആ ഒരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാഷണൽ സർവീസ് സ്കീമിന് അകൈതവമായ പിന്തുണയാണ് നൽകി വരുന്നത്. അപ്പോ ഞാൻ ദീർഘമായൊരു ഭാഷണത്തിന് മുതിരുന്നില്ലെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. ഇത്ര തന്നെ പറഞ്ഞത്, നിങ്ങൾ ഒത്തിരി കാത്തിരുന്നു എനിക്ക് വേണ്ടി. 11 മണിക്ക് ഞാൻ നിങ്ങളോടൊപ്പം ചേരാമെന്ന് പറഞ്ഞിട്ട് തിരക്കുകൾ കൊണ്ട് മാത്രമാണ് വൈകിപ്പോയത്. അല്പനേരമെങ്കിലും നിങ്ങളോട് സംവദിക്കാതെ പോയാൽ അത് നിങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹമല്ല, അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്ന ഒരു നന്ദിയല്ല എന്ന് ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ അല്പം ദീർഘമായിട്ട് സംസാരിച്ചത്. കൂട്ടത്തിൽ എനിക്ക് നിങ്ങൾ ചിലരെ അനുമോദിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കഴിഞ്ഞ വർഷത്തെ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടുള്ള അവാർഡുകൾ നിർണയിച്ചപ്പോൾ നമ്മുടെ 4 ചുണക്കുട്ടന്മാരും ചുണക്കുട്ടികളുമായിട്ടുള്ള NSS വോളണ്ടിയർമാർക്ക് അവാർഡുകൾ കൈവന്നിട്ടുണ്ട്. നിങ്ങളുടെ വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ അവാർഡുകളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. വോളണ്ടിയർ സെക്രട്ടറിയായി പ്രവർത്തിച്ച ശ്രുതി PS-നും അതുപോലെ തന്നെ വിശാൽ എന്നിവയ്ക്കും ഏറ്റവും മികച്ച NSS വോളണ്ടിയർമാരായിട്ട് മഹാത്മാഗാന്ധി സർവകലാശാല പ്രത്യേക പുരസ്കാരം നൽകി അവരെ ബഹുമാനിക്കാൻ പോവുകയാണ്. പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായിട്ട് ആ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ അഭിജിത്ത് SS, പാർവതി മുരളി എന്നിവരും മികച്ച വോളണ്ടിയർമാരായിട്ട് വിശിഷ്ടമായ
പ്രശസ്തി പത്രത്തിന് പാത്രമായിട്ടുണ്ട്. ഈ 4 വോളണ്ടിയർ കൂട്ടുകാരെയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സിന്റെ NSS റീജിയണൽ ഡയറക്ടറേറ്റിന്റെയും സംസ്ഥാന NSS ഓഫീസിന്റെയും പേരിൽ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം ഈ കൂട്ടുകാർക്ക് എല്ലാവിധ അഭിവാദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ജസ്വിനെ പോലുള്ള വോളണ്ടിയർ സെക്രട്ടറിമാർ വളരെ കാര്യക്ഷമമായ പ്രവർത്തനമാണ് പ്രോഗ്രാം ഓഫീസർമാരോടൊപ്പം നിന്ന് ചെയ്യുന്നത്. എല്ലാവരെയും പ്രത്യേകം സ്മരിച്ചുകൊണ്ട് റോയി അച്ഛനെയും ഷൈജു അച്ഛനെയും അതുപോലെ തന്നെ അരുൺ ജോർജ് ജോസഫ് സാറിനെയും അസിന ടീച്ചറെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നേതൃത്വവും നൽകി വരുന്ന ഇവരെല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് ഈ 7-day സ്പെഷ്യൽ ക്യാമ്പിംഗ് പ്രോഗ്രാമിന് എല്ലാവിധ മംഗളങ്ങളും അതിന്റെ ക്ലോസിംഗ് സമയത്ത് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് NSS. താങ്ക് യു. താങ്ക് യു സർ ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ സർവീസ് സ്കീമിനോടനുബന്ധിച്ച് 4 അവാർഡുകൾ ലഭിച്ചിരിക്കുന്നത് മരിയൻ കലാലയത്തിലെ NSS യൂണിറ്റിലുള്ള 4 വിദ്യാർത്ഥികൾക്കാണെന്ന് നമുക്കേവർക്കും അറിയാം. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബെസ്റ്റ് NSS വോളണ്ടിയറായി തെരഞ്ഞെടുക്കപ്പെട്ട BBA ഡിപ്പാർട്ട്മെന്റിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയായ ശ്രുതി PS, BCom ഡിപ്പാർട്ട്മെന്റിലെ 3ാം വർഷ വിദ്യാർത്ഥിയായ വിശാൽ എന്നിവയുമാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഓഫ് സ്പെഷ്യൽ അപ്രീസിയേഷൻ ലഭിച്ചത് 3ാം വർഷ വിദ്യാർത്ഥികളായ ബികോമിലെ അഭിജിത്ത് SS ആൻഡ് പാർവതി മുരളിക്കാണ്. ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു അംഗീകാരം വിശാൽ ചേട്ടന്റെ പ്രീ റിപ്പബ്ലിക് ഡേ ക്യാമ്പ് 2019 തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സുകൃതം 2018, സുവർണം 2019, ആനക്കാര്യം 2019, നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ് എന്നിവയിൽ സംഘാടകരായി പ്രവർത്തിച്ചിരുന്നു. ഇതോടൊപ്പം ഈ ക്യാമ്പിന്റെ സംഘാടകരായി പ്രവർത്തിച്ച 18 സെക്കൻഡ് ഇയർ വോളണ്ടിയേഴ്സിന്റെ പങ്ക് നമുക്ക് പറയാതിരിക്കാൻ പറ്റാത്തതാണ്. ഈ 90-ലധികം കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരാനും ഈ ക്യാമ്പ് ഒരു വിജയകരമാക്കുന്നതിനും അവരും പങ്കാളികളാണ്. മറുപടി പ്രസംഗത്തിനായി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബെസ്റ്റ് NSS വോളണ്ടിയർ അവാർഡ് ജേതാവും മുൻ NSS വോളണ്ടിയർ സെക്രട്ടറിയുമായിരുന്ന ശ്രുതി PS-നെ ക്ഷണിക്കുന്നു. കേൾക്കാവോ? കേൾക്കാം ചേച്ചി, പറഞ്ഞോളൂ. മനസ്സ് നന്നാവട്ടെ. നമ്മുടെ NSS യൂണിറ്റിന്റെ കൂട്ട് എന്ന സപ്തദിന ക്യാമ്പിലെ വിശിഷ്ടാതിഥിയായ ശ്രീ JP സജിത് ബാബു സർ, റീജിയണൽ ഡയറക്ടർ NSS കേരള ആൻഡ് ലക്ഷദ്വീപ് സാറിനും നമ്മുടെ കോളേജ് വൈസ് പ്രിൻസിപ്പൽ റവൽ ഡോക്ടർ ഷൈജു KS, പ്രോഗ്രാം ഓഫീസേഴ്സ് ആയ അരുൺ സർ, ബാലു സർ ആൻഡ് അസിനു മിസ്, എല്ലാ വോളണ്ടിയേഴ്സിനും എന്റെ നമസ്കാരം. കോവിഡ് മൂലം ഒട്ടനവധി പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പ് വളരെ മനോഹരമായി പരിസമാപ്തിയിലെത്തി നിൽക്കുന്നു. ഇന്നേ ദിവസം ഒരുപാട് തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി സമയം നൽകിയ സജിത് ബാബു സാറിന് ആദ്യം തന്നെ ഒരുപാട് നന്ദി. നമുക്കറിയാം, കലാലയ ജീവിതത്തെ ഏറ്റവും മാധുര്യമോടെ ആസ്വദിക്കുന്നത് തീർച്ചയായും NSS വോളണ്ടിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കേണ്ടതും ഇവിടെ തന്നെയാണ്. മിക്കപ്പോഴും അവസരങ്ങൾ നമ്മെ തേടി വരാറില്ല, മറിച്ച് നമ്മളാണ് അവസരങ്ങൾക്ക് പിന്നാലെ പോകേണ്ടത്. എന്നിരുന്നാൽ പോലും നമ്മുടെ ഡയറക്ടറേറ്റും MG യൂണിവേഴ്സിറ്റിയും NSS യൂണിറ്റും കോളേജും എല്ലാം തന്നെ ഒരുപാട് അവസരങ്ങളും പിന്തുണയും നമുക്കായി നൽകുന്നു. ഓരോ ക്യാമ്പുകളും വ്യത്യസ്തമേറിയ ആക്ടിവിറ്റികളും അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. മികച്ച വ്യക്തിത്വം വാർത്തെടുക്കാനുള്ള അറിവും ധൈര്യവും NSS-ലൂടെ ആർജിക്കാൻ നമുക്ക് സാധിക്കുന്നു. തീർച്ചയായും ഇതൊക്കെ തന്നെയാണ് MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും മികച്ച NSS വോളണ്ടിയർ എന്ന നിലയിലേക്ക് ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ സഹായിച്ചതും. ഒരിക്കലും ഒരു തരത്തിലുള്ള അംഗീകാരവും പ്രതീക്ഷിച്ചല്ല ഒരു NSS വോളണ്ടിയർ പ്രവർത്തിക്കുന്നത്. ഓരോ പ്രവർത്തനങ്ങളും തങ്ങളുടെ കടമയും ഉത്തരവാദിത്വവുമാണ് എന്ന് വിശ്വസിക്കാനാണ് ഓരോ വോളണ്ടിയേഴ്സിനും ഇഷ്ടം. അതേപോലെ തന്നെ ഈ അവാർഡ് ഞങ്ങൾക്ക് മാത്രമല്ല, നമ്മൾ എല്ലാ വോളണ്ടിയേഴ്സിനും ഒരു പ്രചോദനമാണ്. അത് മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി ഇനിയും ഒട്ടനവധി ദൗത്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. കലാലയ ജീവിതത്തിനു ശേഷം പ്രവർത്തനങ്ങൾക്ക് വിരാമം കുറിക്കാനല്ല, മറിച്ച് സമൂഹത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കാനുള്ള തുടക്കമായി നല്ലൊരു പറ്റം പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് ഓരോ NSS യൂണിറ്റും.
ഈ അവാർഡിന്റെയും നമ്മുടെ NSS യൂണിറ്റിന്റെയും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമായിരുന്ന നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ്. ആദ്യം വലിയൊരു കടമ്പയായി തോന്നിയിരുന്നുവെങ്കിൽ പോലും ഡയറക്ടറേറ്റിന്റെയും യൂണിവേഴ്സിറ്റിയുടെയും പ്രോഗ്രാം ഓഫീസർമാരുടെയും കോളേജിന്റെയും എല്ലാ വോളണ്ടിയേഴ്സിന്റെയും ഒക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിന് വേണ്ടി നമ്മുടെ കോളേജ് തിരഞ്ഞെടുത്തതിനും ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതേസമയം തന്നെ ഓർഗനൈസ് ചെയ്യാനും അവസരം നൽകിയതിനും ആദ്യാവസാനം വരെ സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിന്നതിനും എല്ലാം ഞങ്ങൾ എല്ലാ വോളണ്ടിയേഴ്സിന്റെയും പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു സജിത് ബാബു സാറിന്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഓഫീസേഴ്സ് ആയ അരുൺ സർ, അസനു മിസ്, ബാല സാർ, ഇവർ 3 പേരും എല്ലാ ആക്ടിവിറ്റികൾക്കും ഞങ്ങൾക്ക് നൽകിയ പിന്തുണ വളരെ വലുതായിരുന്നു. ഈ അവാർഡിലേക്ക് ഞങ്ങളെ നയിച്ചതും ബഹുമാനപ്പെട്ട പ്രോഗ്രാം ഓഫീസേഴ്സ് ആണ്. അവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാ ആക്ടിവിറ്റികൾക്കും പിന്തുണ നൽകി ഒപ്പം നിന്ന കോളേജിനും പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ഇങ്ങനെ ഒരു അവസരം നൽകിയതിനും അവാർഡ് ലഭിക്കാൻ സഹായിച്ചതിനും അഭിനന്ദനങ്ങൾക്കും എല്ലാം തന്നെ ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട സജിത് ബാബു സാറിനും പ്രോഗ്രാം ഓഫീസേഴ്സിനും കോളേജിനും പ്രിൻസിപ്പലിനും വൈസ് പ്രിൻസിപ്പലിനും എല്ലാ വോളണ്ടിയേഴ്സിനെയും ഞങ്ങൾ 4 പേരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി. നേതൃത്വ പാടവത്തിൽ നാം മാതൃകയാക്കേണ്ട നമ്മുടെ പ്രോഗ്രാം ഓഫീസേഴ്സിൽ ഒരാളായ അസുനു മിസ്സിനെ നന്ദി പ്രകാശനത്തിന് ക്ഷണിക്കുന്നു. Hello, കേൾക്കാമോ? യെസ് മാം, കേൾക്കാം. Okay. Most respected Vice Principal of the college, Reverend Dr. Shaiju KS, Chief Guest of the meeting, Sajid Babu sir, Program Officers, Mentors, Awardees, Volunteer Secretaries, and my dear volunteers. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയായ നാഷണൽ സർവീസ് സ്കീം അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അതിൻ്റെ സപ്തദിന ക്യാമ്പിന് ഒരു ഓൺലൈൻ മീഡിയം സ്വീകരിക്കുന്നത്. എന്നിരുന്നെങ്കിൽ കൂടെ വെല്ലുവിളികളെയൊക്കെ അവസരങ്ങളായി കാണുന്ന നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഈ ഒരു നിർദ്ദേശത്തോടൊപ്പം ചേർന്നുകൊണ്ട് മെരീൻ കോളേജ് NSS യൂണിറ്റ് അതിൻ്റെ സപ്തദിന ക്യാമ്പ് കൂട്ട് എന്ന പേരിൽ ആരംഭിച്ച് അതിൻ്റെ പരിസമാപ്തിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പരീക്ഷണമായിരുന്നു. എങ്കിൽ കൂടി 7 ദിവസത്തെ ഈ ക്യാമ്പിന് ശേഷം നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടെയാണ്. കൂടുതലൊന്നും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ ക്യാമ്പിൻ്റെയും അവസാനം പ്രോഗ്രാം ഓഫീസർ സംസാരിക്കുമ്പോൾ പറയുന്ന ടീച്ചർ സംസാരിക്കുമ്പോൾ പറയുന്ന ആ വാചകം തന്നെ ആവർത്തിക്കുകയാണ്. വോളണ്ടിയേഴ്സിനോടാണ്. ഒരു വോളണ്ടിയറിനെ സംബന്ധിച്ചിടത്തോളം ഈ സപ്തദിന ക്യാമ്പിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു ആരംഭമായിരിക്കണം. ഒരുപാട് പുതിയ ആശയങ്ങളുടെ, പുതിയ പ്രൊജക്ട്സിൻ്റെ, പദ്ധതികളുടെ, പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു നല്ല തുടക്കമാവാൻ ഈ ഒരു ക്യാമ്പും ഈ ഒരു കൂട്ടും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ്സും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇങ്ങനെ വിജയകരമായ ഒരുപാട് ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്ത് ഇതിൽ നിന്ന് കിട്ടിയ ഊർജം കൊണ്ട് വളർന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുൻപിൽ മികച്ച വോളണ്ടിയേഴ്സ് എന്ന നിലയിൽ മരീൻ കോളേജിന് ഉയർത്തിക്കാട്ടാൻ പറ്റിയ 4 മാതൃകകൾ നമുക്കുണ്ട്. ഇവരെയൊക്കെ മാതൃകകളാക്കി നിങ്ങൾ വോളണ്ടിയേഴ്സ് മുൻപോട്ട് പോകണം. അതിന് ഈ ക്യാമ്പും ഇത് തന്ന ഓർമ്മകളും നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിജയകരമായി ഇത് പൂർത്തിയാക്കിയതിൻ്റെ 7ാം ദിവസം നിൽക്കുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട്, സമർപ്പണമുണ്ട്. അവരെയും ഈ യോഗത്തിനും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഷൈജു അച്ഛൻ, മരീൻ കോളേജ് NSS യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാമ്പിൽ എന്ന് മാത്രമല്ല NSSന്റെ ഏത് ചെറുതും വലുതുമായ ഏത് പ്രവർത്തനങ്ങൾ എടുത്താലും അതിനെയൊക്കെ വളരെയധികം കരുതലോടെയും ശ്രദ്ധയോടെയും കാണുന്ന ഒരാളാണ് നമ്മുടെ ഷൈജു അച്ഛൻ. കുട്ടികളുടെ ചെറിയ പ്രവർത്തനങ്ങളെ പോലും വളരെ വലിയൊരു അച്ചീവ്മെൻ്റായി കണ്ട് അച്ഛൻ അത് പ്രശംസിക്കാറുണ്ട്, നമ്മളോട് കമൻസ് പറയാറുണ്ട്. ഇപ്പം ഈവൻ ഇൻപുട്ട് സെഷൻസിലൊക്കെ പോലെ ആണെങ്കിൽ പോലും സൂം മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അച്ഛനെ വിളിക്കാറുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു നിരന്തരമായ പ്രോത്സാഹനം ശരിക്കും നമുക്ക് എപ്പോഴും ഊർജ്ജമാണ് തന്നിട്ടുള്ളത്. ഈ ക്യാമ്പിൻ്റെ പേരിൽ, ഈ യോഗത്തിൻ്റെ പേരിൽ, മരിയൻ NSS ഫാമിലിയുടെ പേരിൽ ഷൈജു അച്ഛന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. തീർച്ചയായും സജിത് ബാബു സാറിൻ്റെയും ഷൈജു അച്ഛൻ്റെയും ജസ്വിൻ്റെയും ഒക്കെ ടോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായി മരീൻ കോളേജ് NSS യൂണിറ്റിനോട് അത്രയേറെ ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ റീജിയണൽ ഡയറക്ടർ സജിത് ബാബു സാർ.
അദ്ദേഹത്തും വളരെ അപ്രോച്ചബിൾ ആണ്. ഈ ഒരു കൂട്ടിൻ്റെ പ്രാരംഭ ചർച്ചകളിൽ പോലും അല്ലെങ്കിൽ ഈ പ്രാരംഭ ചർച്ചകളിൽ ഉൾപ്പെടെ മരീൻ കോളേജിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും സാറ് ഒരു മെൻറ്ററാണ്. നമ്മുടെ NSSൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും സാറിൻ്റെ ഗൈഡൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ കൂടി സാറിനെ വിളിക്കാറുണ്ട്. സാറിൻ്റേതായ എല്ലാ ഗൈഡൻസും അഭിപ്രായങ്ങളും നമ്മളോട് പറയാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന സെക്കൻഡ് ഇയേഴ്സ്, തേർഡ് ഇയേഴ്സ് ആയ വോളണ്ടിയേഴ്സിനൊക്കെ നാഷണൽ ഇൻ്റഗ്രേഷൻ ക്യാമ്പിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച് സാറുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. നിരന്തരമായി സാറ് തരുന്ന പ്രോത്സാഹനങ്ങൾക്ക്, നിർദ്ദേശങ്ങൾക്ക് ഒക്കെ ഈ മരിയൻ ഫാമിലിയുടെ പേരിൽ NSS കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഇനി തീർച്ചയായും ഈ ക്യാമ്പിന് വേണ്ടിയിട്ട് ഇത്രയും ജോലി തിരക്കുകൾക്കിടയിൽ എനിക്ക് തോന്നുന്നു പേഴ്സണൽ സ്പേസിലെ NSS ഇത്ര മേൽ ഉൾപ്പെട്ടിരിക്കുന്ന 2 പേരാണ് അരുൺ സാറും ബാലു സാറും. രാവും പകലും ഇല്ലാതെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന കോൾസ്, കുട്ടികളുടെ ക്വയറീസ്, അതിനുള്ള ആൻസേഴ്സ്, കറക്ഷൻസ്, അതിനൊപ്പം തന്നെ ജോലി തിരക്ക്. അപ്പോൾ ശരിക്കും ഈ പേഴ്സണൽ സ്പേസിൽ NSS എന്ന് പറയുന്നത് വളരെയധികം വലിയൊരു സ്പേസ് തന്നെ എടുക്കുന്നുണ്ട്. അതിനെയൊക്കെ പക്ഷെ വളരെ സന്തോഷത്തോടെയാണ് അവർ കാണുന്നത്. ഒരു നല്ല ടീം മേറ്റ്സ് ആയിട്ട് നിൽക്കുന്നതിന്, കുട്ടികൾക്ക് നല്ല ടീച്ചേഴ്സായിട്ട് നിൽക്കുന്നതിന്, ഈ ഒരു ക്യാമ്പിൻ്റെ വിജയത്തിന് കാരണമായതിന് ഒറ്റ വാക്കിൽ നന്ദി. താങ്ക് യു അരുൺ സർ, താങ്ക് യു ബാലു സർ. പിന്നെ തീർച്ചയായും നമ്മുടെ അവാർഡീസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിൽ ഞങ്ങളുടേത് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന മികച്ച വോളണ്ടിയേഴ്സാണ് നമ്മുടെ യൂണിറ്റിനുള്ളത്. 4 പേർക്കും അവർ ഒരു പാനൽ ഡിസ്കഷനിൽ നമ്മുടെ കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ നിരന്തരമായ സഹകരണത്തിന്, സീനിയേഴ്സ് ആയപ്പോൾ വോളണ്ടിയർഷിപ്പ് വിട്ടു എന്ന് തോന്നാതെ വീണ്ടും വീണ്ടും NSS എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് ഒക്കെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വോളണ്ടിയർ സെക്രട്ടറിമാർ, മെൻറ്റേഴ്സ്, തീർച്ചയായും ഇതൊരു പരീക്ഷണമാണെന്ന് ആദ്യം മുതലേ പറഞ്ഞു. എങ്കിൽ കൂടി ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ഒരു ടീമുണ്ട്. ജസ്വിനും ജസ്ലിനും അവരോടൊപ്പം മെൻറ്റേഴ്സ്, കമ്മിറ്റി ഹെഡ്സ് ആയിട്ട് നിൽക്കുന്ന 20ഓളം കുട്ടികളുണ്ട്. അവരോരോരുത്തരും നിങ്ങളുടെ കഠിനാധ്വാനവും ഈ ഒരു സപ്പോർട്ടും വളരെ വലുതാണ്. ഒരു പക്ഷേ പ്രോഗ്രാം ഓഫീസേഴ്സിനേക്കാൾ കൂടുതൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള, എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒരിക്കലും കാണാത്ത ആൾക്കാരുമായി ഇത്രയും വെർച്വൽ കണക്ട് ഒക്കെ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനവും സന്തോഷവുമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പിന്നെയുള്ളത് നമ്മുടെ പുതിയ വോളണ്ടിയേഴ്സാണ്. ശരിക്കും ഈ കൂട്ടിൻ്റെ 8ാം ദിവസം ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് അഭിമാനവും അതുപോലെ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഓർത്തിട്ട് വളരെയധികം പ്രതീക്ഷയുമാണുള്ളത്. നിങ്ങളുടെ കൾച്ചറൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഈ ഒരു വെർച്വൽ മീഡിയത്തിലാണെങ്കിൽ കൂടി നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഈ മരിയൻ കോളേജിനും മരിയൻ കോളേജ് NSS യൂണിറ്റിനും നിങ്ങളെ ഓർത്ത് വളരെയധികം പ്രതീക്ഷയാണുള്ളത്. മുൻപോട്ടുള്ള കർമ്മ പദ്ധതികളിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയും ഇന്നോവേഷനും ഞങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്നു. നിങ്ങളുടെ വോളണ്ടിയർഷിപ്പ് മീനിങ് ആവട്ടെ. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് ദിസ് കൂട്ട്. മനസ്സ് നന്നാവട്ടെ. താങ്ക് യു ഓൾ. Thank you, ma'am. Pauline R. Keyser once said, and I quote, "Continuity gives us root, change gives us branches, letting us stretch and grow and reach new heights." NSSന്റെ പ്രവർത്തനം ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മനസ്സ് നന്നാവട്ടെ. Hello, Arun sir. Hello, Jaslyn. Hello. Yes, sir. എന്തോ
അരുൺ സർ മീറ്റിംഗ് എൻഡ് ചെയ്യാവോ?